ഹായ് സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ പച്ചടി തയ്യാറാക്കാം. പപ്പായ വെച്ചിട്ടാണ് ഈ പച്ചടി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു ചെറിയ പപ്പായ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പപ്പായ വെന്ത് വരുമ്പോഴേക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ, 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പപ്പായ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അരപ്പ് പപ്പായയുടെ കൂടെ നന്നായി മിക്സായിട്ടൊന്ന് നല്ല രീതിയിൽ വെന്ത് വരണം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്തവണത്തെ വിഷുവിന് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. വീട്ടിൽ വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കാൻ. നമുക്ക് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തൈര് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിൽ തന്നെ ആക്കിയിടണം. തൈര് ചേർത്ത ശേഷം ഇത് തിളച്ച് പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇത് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പപ്പായ പച്ചടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വിഷുവിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്കുള്ള താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 4 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കും. ഇനി വറ്റൽമുളകിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പപ്പായ പച്ചടി തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.